UDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും കാര്യമായ ആശയക്കുഴപ്പമില്ല. ഒരുപക്ഷെ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇടതുമുന്നണിയിൽ അതല്ലല്ലോ സാഹചര്യം. ആശയക്കുഴപ്പം നിരവധിയുണ്ട്. അതല്ലെങ്കിൽ UDF-ന്റെ ആശയക്കുഴപ്പം സാധ്യതയാക്കുക എന്ന മറ്റൊരു രാഷ്ട്രീയ സാധ്യത തേടൽ ഇടതുമുന്നണിയിലുമുണ്ടല്ലോ. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള നിലമ്പൂരിന്റെ ചിത്രം, നേതാക്കളുടെ പ്രതികരണം, അതെങ്ങനെ? സജിത്ത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണയായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലമായി നിലമ്പൂരിനെ മാറ്റിയിരുന്നു. PV അൻവറിനെ സ്വതന്ത്രനിലൂടെ UDF-ൽ നിന്നും നിലമ്പൂർ പിടിച്ചെടുത്തപ്പോൾ അത് ഈ ഭരണത്തിന്റെ 2ാം ഭരണത്തിന്റെ 5ാം വർഷത്തിന് മുൻപ് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും അവിടെ UDF മേൽക്കൈ സാധ്യത വരുമെന്നും ഒരിക്കലും ഇടതുപക്ഷം ചിന്തിച്ചിട്ടില്ല. ഇവിടെ LDF-നെ സംബന്ധിച്ച് LDF-ന്റെ ഏറ്റവും വലിയ തലവേദന അൻവറിന്റെ അവിടുത്തെ UDF-ന് അനുകൂലമായിട്ടുള്ള സാന്നിധ്യം തന്നെയാണ്. കാരണം നിലവിലെ സിറ്റിംഗ് MLA ആയിരുന്ന ആൾ UDF-നൊപ്പം നിന്ന് അവിടെ LDF-നെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല എന്ന് LDF-ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പല പേരുകൾ LDF-ലൂടെ ചർച്ച ചെയ്തിരുന്നു. മാത്യു സെബാസ്റ്റ്യൻ എന്ന മുതിർന്ന നേതാവ്, അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ആളാണ്. ക്രിസ്തീയ മേഖലകളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല വ്യക്തിത്വങ്ങളുടെയും. പക്ഷെ അതിനൊക്കെ അപ്പുറം എനിക്ക് ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന പാർട്ടി നേതാക്കളെ ആരെങ്കിലും തന്നെ മത്സരിപ്പിക്കുമെന്നാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേര് സജീവ ചർച്ചയിലുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്, ആ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ്, ആ മണ്ഡലത്തിൽ അത്യാവശ്യം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്, യുവ നേതാവാണ്. അങ്ങനെ പല ഘടകങ്ങളും ഈ ഒരു ഘട്ടത്തിൽ LDF-ന് മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് UDF-ൽ നിന്നും ഒരാൾ LDF-ലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് LDF തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ UDF-ലെ അതൃപ്തി അത് മുതലെടുത്ത് UDF-ൽ നിന്ന് ആരെങ്കിലും സ്വന്തമാക്കി സ്ഥാനാർത്ഥിയാക്കാമെന്നൊരു കണക്കൂട്ടിലായിരുന്നു LDF-നെങ്കിൽ ഇപ്പോൾ അവസാനം ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ചിത്രം മാറിയിട്ടുണ്ട്. ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് CPM ചിഹ്നത്തിൽ തന്നെ ആരെങ്കിലും മത്സരിക്കുന്ന തരത്തിലേക്കാണ് ഈ ഘട്ടത്തിലെ ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി മിക്കവാറും UDF-ൽ നിന്ന് വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല. LDF തന്നെ CPM-ന്റെ തന്നെ ഭാഗമായിട്ടുള്ള CPM-ന്റെ നേതാക്കൾ ആരെങ്കിലും ആകും എന്ന തരത്തിലേക്ക് തന്നെയാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും സ്വതന്ത്രർക്കുള്ള വാതിൽ കൊട്ടിയടക്കുകയല്ല. പക്ഷേ UDF-ൽ നിന്നും അവർ പ്രതീക്ഷിച്ച തോതിലുള്ള ഒരു മാറ്റം ഇപ്പോൾ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. UDF ക്യാമ്പിലാവട്ടെ അരിടൻ ഷൗക്കത്തിന്റെ പേര് സജീവ ചർച്ചയിലാണ്. നേരത്തെ അരുൺ ജോയിയുടെ സാഹചര്യം, ജോയിക്ക് അനുകൂലമായ പല ഘടകങ്ങളെടുക്കുന്നു പറയുമ്പോഴും അരിടൻ ഷൗക്കത്തിന്റെ ക്യാമ്പ് ഇപ്പോഴും സജീവമാണ്. അരിടൻ ഷൗക്കത്ത് ഇത്തവണ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താതിരിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ആര്യാടന്റെ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നത്. അത്തരത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ശരിക്കും നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആരായാലും UDF-ലെ 2 പേരുകൾ ആരാണെങ്കിലും അത് UDF-നുള്ളിൽ നാളെ മറ്റെന്തെങ്കിലും ചർച്ചകളിലേക്കും മറ്റ് അടിയൊഴുക്കുകൾക്കും വഴിവെക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അനുമോദ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നേരിട്ട് തന്നെ, ഇനി നമുക്ക് സസ്പെൻസുകൾക്ക് കാര്യമായ പ്രസക്തിയില്ലല്ലോ, നേരിട്ട് തന്നെ വരുമ്പോൾ വളരെ ജോയ്ഫുൾ ആയിരിക്കും UDF-നെ എന്ന ഒരു പ്രഖ്യാപനം PV അൻവർ നടത്തുന്നു. അത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അൻവർ ഇപ്പോഴും ജോയ് എന്ന പേരിലേക്ക് തന്നെ നിൽക്കുന്നു. അതിന് കൃത്യമായ സൂചനകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണല്ലോ. നമുക്ക് കരുതാനാകുമോ ഏറ്റവും സാധ്യത ജോയ് എന്ന പേരിലേക്ക് UDF-ന് എത്താനാണ് എന്നത്? ഒന്ന്, അങ്ങനെ എത്തിയാൽ ഒപ്പം ഷൗക്കത്ത് എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? അത് ഏറെക്കുറെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ. അത് നമുക്കൊന്ന് പങ്കുവയ്ക്കാനാകുമോ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറിന്റെ നിലപാട് തന്നെയാണ് ഇതിൽ. കാരണം അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അൻവർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം മുൻപേ പങ്കുവെച്ചതാണ്. VS ജോയി ആയിരിക്കണം തന്റെ പിൻഗാമി എന്ന തരത്തിൽ. VS ജോയിക്ക് വേണ്ടി അൻവർ എല്ലാ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും സമ്മർദ്ദം അദ്ദേഹം ചെലുത്തിയിട്ടുമുണ്ട്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു തരത്തിൽ കോൺഗ്രസിൽ ജോയിക്കെതിരെ അല്ലെങ്കിൽ അൻവർ പറയുന്നതിന് മുഴുവൻ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വേണോ എന്ന ചോദ്യം കോൺഗ്രസിലും UDF-ലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുതന്നെയാണ് അവിടെ ഡയറക്റ്റ് തന്നെ നമുക്ക് നിലവിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അത് ജോയിലേക്ക് തന്നെ എത്താൻ തന്നെയാണോ? അങ്ങനെയാണോ അവരുടെ ആഭ്യന്തര ചർച്ച നടന്നിരിക്കുന്നതും ധാരണയും അങ്ങനെ തന്നെയാണോ? തീർച്ചയായും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അരുൺ ഷൗക്കത്തിന്റെ നിലപാട് ഇതിൽ നിർണായകമാണ്. കാരണം VS ജോയിക്ക് വേണ്ടി അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ
ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം മുഴുവൻ ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ള ആൾ അൻവറിന്റെ സ്വാധീനം ആ മേഖലയിൽ കൃത്യമായിട്ടുണ്ട് എന്ന് UDF നന്നായിട്ട് അറിയാം. താൻ പിന്തുണയ്ക്കുന്ന ആൾക്ക് 25,000 ഭൂരിപക്ഷം വാങ്ങിച്ചു കൊടുക്കുന്ന അൻവർ പറയുമ്പോൾ അത് തള്ളിക്കളയാതിരിക്കാൻ ഈ ഘട്ടത്തിൽ UDF കഴിയുകയില്ല. കാരണം അവിടെ LDF നിന്നും മണ്ഡലം തിരിച്ചുപിടിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപേ കൃത്യമായിട്ടൊരു സന്ദേശം നൽകുവാൻ നിലമ്പൂരിലെ ഒരു വലിയ വിജയമാക്കേണ്ട ആവശ്യം UDF ഉണ്ട്. അതുകൊണ്ട് അൻവറിന്റെ ആ ഡിമാൻഡ് ഒരുപക്ഷെ കോൺഗ്രസ് അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആര്യടൻ ഷൗക്കത്ത് നേരത്തെ തന്നെ LDF ആര്യടൻ ഷൗക്കത്ത് വരും എന്നൊരു കണക്കൂട്ടലിൽ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. അത് ഒരു ഘട്ടത്തിൽ അത്തരം ചർച്ചകളിലേക്ക് പോകാതിരുന്നെങ്കിൽ പോലും ജോയ് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ഷൗക്കത്തിന്റെ നിലപാട് എന്താകുമെന്ന ചോദ്യം വരുന്നുണ്ട്. ഈ നിലമ്പൂരിൽ നിലവിലെ സാഹചര്യത്തിൽ UDF സംബന്ധിച്ച് വലിയ ആശങ്കകളില്ല എന്നുള്ളത് ശരി, അതാണ് സാഹചര്യം. അരുണിലേക്ക് വരുമ്പോൾ അരുൺ, UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സൂചന എന്താണ്? അല്പസമയം മുമ്പ് അടൂർ പ്രകാശ് വലിയ കോൺഫിഡൻസിലാണ് നമ്മോട് പ്രതികരിച്ചത്, ഞങ്ങൾ ഉടൻ പ്രഖ്യാപനം നടത്തുമെന്ന്. തുടക്കം മുതൽ UDF കേന്ദ്രങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. സമീപകാല ഉപതെരഞ്ഞെടുപ്പിലും UDF ചിത്രം അതായിരുന്നു, പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം എന്നതാണ്. ഇക്കാര്യത്തിൽ നിലമ്പൂരിൽ അവശേഷിക്കുന്ന ആശയക്കുഴപ്പം ഈ രണ്ട് പേരുകൾ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇതിൽ ജോയ് എന്ന പേരിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കാര്യമായ അട്ടിമറിയോ അത്ഭുതമോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ VS ജോയ് എന്ന മലപ്പുറം DCC അധ്യക്ഷൻ തന്നെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും. അത് ഏറെക്കുറെ UDF ക്യാമ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയെന്നാണ് ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പേര് വരാൻ സാധ്യത വളരെ കുറവാണ്. ആര്യടൻ ഷൗക്കത്ത് വളരെ പ്രധാനപ്പെട്ട പേര് തന്നെയാണ് അവിടെ അനുമോദ് സൂചിപ്പിച്ച പോലെ. പക്ഷേ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം പോസ്റ്റുകളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ നൽകുന്ന കാര്യത്തിലൊക്കെ ധാരണയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഈ പ്രഖ്യാപനം മാത്രമേ ഇനി കോൺഗ്രസിൽ ബാക്കിയുള്ളൂ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ. അതിനപ്പുറത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് UDF ക്യാമ്പുമായി UDF കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന നിർണായകമായ വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ഒരു തടസ്സം എന്നുള്ളത് KC വേണുഗോപാലുമായി സംസ്ഥാന നേതൃത്വത്തിൽ ബന്ധപ്പെടാനാകുമോ എന്നുള്ളത്. അദ്ദേഹം ഫിജി പോലുള്ള രാഷ്ട്രങ്ങളിൽ എവിടെയോ ആണ്. ഫിജിയിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം അവധിക്കാലം ആഘോഷിക്കുകയാണ്. അവിടേക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും, മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ. ആ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. ആര്യടൻ ഷൗക്കത്തിനെ പിണങ്ങിയല്ല അദ്ദേഹം മാറാൻ പോകുന്നത്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കളും ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് VS ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നു. പക്ഷേ നമുക്കറിയാം, രാഷ്ട്രീയമാണ്, അത്ഭുതങ്ങളും അപ്രവചനീയതകളും നിറഞ്ഞ ഒരു മേഖല തന്നെയാണ്. അങ്ങനെ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അട്ടിമറികളോ ഉണ്ടായാൽ മാത്രമേ VS ജോയ് എന്ന പേരിന് അപ്പുറത്തേക്ക് ഒരു പേര് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പരിഗണിക്കാനിടയുള്ളൂ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അരുണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം സംസ്ഥാനത്ത് നമുക്കറിയാം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന സംശയത്തിനിടയിലാണ് പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിലുള്ള കളമൊരുക്കൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കിലേക്ക് ഇടതുമുന്നണി കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പാണോ? അത്തരമൊരു വെല്ലുവിളി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കട്ടെ എന്ന് ഇടതുമുന്നണി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണം അത് അല്പം വെല്ലുവിളിയായി പോകുമെന്ന ചിന്ത ഇടത് കേന്ദ്രങ്ങൾക്കില്ലേ യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും സൈത്ത് പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കരുത്